മുള്ളൻപന്നിയെ അടിച്ചുകൊന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച വെള്ളനാട് ശശി തിരുവനന്തപുരം സെഷൻസ് കോടതി ഇന്ന് ഹർജി പരിഗണിക്കും. മുൻകൂർ ജാമ്യത്തിൽ കോടതി വിധി വന്ന ശേഷം അറസ്റ്റിൽ തീരുമാനം എന്ന് വനം വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി VS അനു ആണ് ചേരുന്നത്. അനു, ഈ ഒരു സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. അതിനുശേഷം ശശിയെ കാണാനാകുന്നില്ല, അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് വനം വകുപ്പ് അറിയിച്ചത്. ഇപ്പോൾ മുൻകൂർ ജാമ്യം സമർപ്പിച്ചുകൊണ്ട് എന്താണ് ശശി അതിൽ പറയുന്നത്? ഒരു വീട്ടിൽ അകത്ത് കയറിയ മുള്ളൻപന്നിയെ വെള്ളനാട് ശശി, അതായത് വെള്ളനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി അടിച്ച് കൊല്ലുന്നത് 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1 ഉൾപ്പെട്ട ജീവിയാണ് മുള്ളൻപന്നി. അതായത് മുള്ളൻപന്നിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ 7 വർഷം വരെ കഠിന തടവ് 25,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമുള്ളൊരു കുറ്റമാണിത്. എന്നാൽ ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ തമ്പാനൂരിൽ വെള്ളനാട് ശശിയെ ഒരു ലോഡ്ജിലുള്ളതായി പോലീസിന് വിവരം ലഭിക്കുകയും തമ്പാനൂർ പോലീസ് അവിടെ എത്തി ഇയാളെ, പക്ഷേ പോലീസ് കേസ് ഇല്ലാത്തതിനാൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി കഴിയില്ല, പകരം ഫോറസ്റ്റിന് വിവരം അറിയിച്ചു. പക്ഷേ ഈ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമെന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വനം ഉദ്യോഗസ്ഥർ വെള്ളനാട് ശശിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഏതായാലും ഈ വെള്ളനാട് ശശിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 7 ഇപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതി മാറ്റിയിരിക്കുകയാണ്. സ്വാതി. ശരിയാണോ?